പൂരൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ് പരിപാടി നന്നായിട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെയാണോ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തതിൻ്റെയാണോ എന്നറിയില്ല. എല്ലാവർക്കും ഭയങ്കര ചുമയും കഫക്കെട്ടൊക്കെയാണ് കേട്ടോ. പക്ഷേ ഈ വട്ടം ഞാൻ എസ്കേപ്പ് ആണ് കേട്ടോ. പൊടി തട്ടണയിലെ മെയിൻ റോൾ എനിക്കായിരുന്നു കേട്ടോ. റൂമുകളിലൊക്കെ ജനലുകളൊക്കെ പൊടി തട്ടൽ, തുടക്കൽ, ഫാനുകൾ തുടക്കൽ പരിപാടി മുഴുവൻ ഞാനായിരുന്നു. പക്ഷേ പണി കിട്ടിയത് കൂടുതൽ അമ്മയ്ക്കായിരുന്നു. നിരുവേച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുക്കും പോലും ഇടാണ്ട് അമ്മ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അതായത് ഒരു 4-5 ദിവസത്തെ എഫേർട്ടാണ് കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, മുറ്റത്ത് കളമെഴുകാനായിട്ട് മണ്ണൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊടി തുളിയതാ തോന്നുന്നു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ രാവിലെ തന്നെ ഒരു അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആടലോടകത്തിൻ്റെ ഇലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഞ്ഞിക്കൂർക്കയുടെ ഇലയും പേരയുടെ ഇലയും തുളസിയും ഈ ആടലോടകം ഈ 4 ഇലയും കൂട്ടി തിളപ്പിച്ചിട്ട് വെള്ളം കൊടുക്കാനാണ് കേട്ടോ. അപ്പം നോക്കുമ്പോൾ എല്ലാവർക്കും വേണം കേട്ടോ. ഇതൊരു വാടാക്കി മാറ്റാനുണ്ട്. ഞാൻ ഇല പൊട്ടിച്ചുകൊണ്ടിരുന്ന് കണ്ടപ്പോൾ ഷാരൂനും അച്ചമ്മയ്ക്കും അമ്മയ്ക്കും വേണം കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ക്രിസ്മസ് കരോൾ വരണ്ടായിരുന്നു. അപ്പം ഞാനത് അവിടെ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ മെല്ലെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഋതുമോൾക്ക് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിനാണ് കേട്ടോ സാന്താക്ലോസ് വന്നപ്പോഴേക്ക് ഋതു ആകെ കരഞ്ഞ് കുറുളിച്ച് ബഹളമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം എന്താവോ എന്ന് വിചാരിച്ചു. പക്ഷേ ആൾ കോളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ട്രീ വെച്ചിട്ടുണ്ട്. ഋതുവിൻ്റെ അച്ചാച്ചൻ ഋതുവിന് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഞാൻ ഈ പൂക്കളിട്ട് വെച്ചേക്കണം. വേറെ ഒന്നുമല്ല, എനിക്കിത് മെൽട്ടായിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അത് മെൽട്ടായി ശരിക്കും ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അത് മെൽട്ടാക്കിയിട്ട് കഴിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആരെങ്കിലും എൻ്റെ പോലെ മെൽട്ടാക്കി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഈ ഇലവർഗ്ഗങ്ങളുടെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ കുറച്ച് സമയം വെക്കണം കേട്ടോ. അപ്പം ഞാൻ സിമ്മിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കുറച്ചും കൂടി നേരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ആ കയ്പ്പ് രസമൊക്കെ നിങ്ങൾ നല്ലോണം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഋതുമോൾക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു കഷ്ണം ബെല്ല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഋതുമോൾ അമ്മ എനിക്ക് ഇനിയും വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചൂടാച്ചിട്ട് എല്ലാ കുട്ടികൾക്കും, അതായത് ഋതു അടക്കം 4 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ കുറേശ്ശെ കൊടുത്തു. എന്തായാലും തുമ്മലും ചീറ്റിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ എനിക്ക് വലിയ സീനില്ല, ചെറുതായിട്ടൊരു സൗണ്ടിനുള്ളൊരു ചേഞ്ച് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല.